പഞ്ചാബിന്റെ മല്ലൂസ് കസറി വിജയം ഒരിക്കൽ കൂടി സ്വന്തമാക്കുന്നു. എഗെയിൻ 2-1 എന്ന് പറയുന്നൊരു സ്കോറിലാണ് വിജയിക്കുന്നത്. ഒഡീഷ എഫ് സിക്കെതിരെയാണ് ഈ ഒരു വിജയം. എന്താണെങ്കിലും ഒഡീഷ എഫ് സിയുടെ തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ മത്സരത്തിലും പരാജയമാണ് ഈ സീസണിൽ. എൻ്റെ ഓർമ്മയിലില്ല ലൊബേറ സീസണിൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ 2 മത്സരമൊക്കെ പരാജയപ്പെട്ട് തുടങ്ങുന്നത്. സോ അത് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു മത്സരത്തിൽ പറയേണ്ടത്. നമ്മൾ പഞ്ചാബ് എഫ് സിയെ പറ്റി പറയുമ്പം നമ്മൾ കഴിഞ്ഞ KVSCക്കെതിരെ മാച്ചിന് മുമ്പും ശേഷമൊക്കെ പറഞ്ഞ കാര്യമാണ്. അവർ ഡിഫെൻസീവ്ലി കോമ്പാക്റ്റ് ആയിട്ട് നിൽക്കും. അവർ മിഡ്ഫീൽഡിൽ കളിപ്പിക്കുന്ന ഡിഫെൻസീവ് എബിലിറ്റി ഉള്ള മിഡ്ഫീൽഡേഴ്സിനെയാണ്. അങ്ങനെ മാക്സിമം ഒരു കോമ്പാക്റ്റ് ആക്കി ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പം അടിക്കുക, അതാണ് അവരുടെ ഒരു പദ്ധതി. അപ്പം ആ ഒരു പദ്ധതി പൊളിക്കാനെന്നവണ്ണമാണെന്ന് തോന്നുന്നു. അറ്റാക്കിങ്ങിൽ ഒരു പ്രധാനപ്പെട്ട 3 താരങ്ങളെ ഒഡീഷ എഫ് സി ഇറക്കിയിരുന്നു. അതായത് ഡീഗോ മൊറീഷ്യോ, റോയ് കൃഷ്ണ ആൻഡ് ഹ്യൂഗോ ബോമസ്, ഇങ്ങനെ 3 താരങ്ങൾ. പക്ഷേ അത് ബലവത്തായില്ല എന്ന് വേണം പറയാനായിട്ട്. എന്താണെങ്കിലും ആദ്യ പകുതിയിൽ അവർക്കൊരു നല്ല ഓപ്പർച്യൂണിറ്റി, അത് നിഹാൽ സുധീഷിൻ്റെ റൺ അദ്ദേഹം അടിച്ച് കയറ്റി 1-0 എന്ന നിലയിൽ മത്സരം വരികയും ചെയ്തു. ഫസ്റ്റ് ഹാഫിൽ ഈ പറഞ്ഞ ഒഡീഷ എഫ് സിക്ക് അറ്റാക്കിംഗ് തേർഡിലൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്ന നിലയ്ക്ക് മൗറീഷ്യയെ മാറ്റിയിട്ട് ജാഹുവിനെ കൊണ്ടുവന്നു. പക്ഷേ അതും അത്ര ഒരു ബലം കണ്ടില്ല എന്നുള്ളത് വേണം പറയാൻ. കാരണം ഈ ഒരു മത്സരത്തിൽ അവർക്ക് ഷോട്ട് ഓൺ ടാർഗറ്റ് ഒന്നും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പക്ഷേ ഇപ്പം പൊസഷൻ നോക്കിക്കഴിഞ്ഞാൽ 70% ഉണ്ട്. 544 പാസസ് ഒഡീഷ എഫ് സി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഗോൾസിലേക്ക് വരണ്ടേ. ഇതിപ്പം അത്രയൊന്നുമില്ല, 30% പൊസിഷനേ ഉള്ളൂ പഞ്ചാബിന്. പക്ഷേ 17 ഷോട്ട്സും 7 ഷോട്ട് ഓൺ ടാർഗറ്റുമാണ് വന്നത്. നല്ലൊരു ഫിനിഷർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ലൂക്ക മാച്ചിനെ പോലത്തേക്ക് ഒരു പ്ലെയർ ഉണ്ടായിരുന്നെങ്കിലും ഉറപ്പായിട്ട് അവർ കൂടുതൽ ഗോൾസ് സ്കോർ ചെയ്തതിന് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസും ഉണ്ടായിരുന്നു. സോ മിക്കവാറും അവരൊരു പകരക്കാരനേക്ക് എത്തിക്കുമായിരിക്കും. കാരണം അതൊരു ആവശ്യമാണ് പഞ്ചാബ് എഫ് സിയെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു മത്സരത്തിൽ 2 ഗോളും കൂടി ഉറപ്പായിട്ടും അവർ അധികം നേടിയേനെ എന്നുള്ളതാണ്. സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്നിട്ടുള്ള ലിയോൺ അഗസ്റ്റിൻ ഗോള് കണ്ടെത്തുന്നത് അതൊരു ബ്രില്യൻ റണ്ണും ബ്രില്യൻ പാസും ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്പീഡ് യൂട്ടിലൈസ് ചെയ്തു നല്ലൊരു ഫിനിഷിങ് നടത്താനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ മാച്ച് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്നിട്ട് ഒരു പ്രീ അസിസ്റ്റും അതുപോലെ തന്നെ ആ ഒരു പെനാൽറ്റിക്ക് വേണ്ടി വഴിയൊരുക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തെങ്കിൽ ഈ മത്സരത്തിലും അദ്ദേഹം ഒരു സൂപ്പർ സബ്ബായിട്ട് വന്ന് ക്ലിയർ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു. അദ്ദേഹത്തിന് മറ്റു ഗോളുകളും അടിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു, പക്ഷേ അതിലേക്ക് എത്തുന്നില്ല. എന്താണെങ്കിലും അതിനുശേഷം 90 മിനിറ്റുകൾക്ക് ശേഷമാണ് ഹ്യൂഗോ ബോമസിൻ്റെ ആ ഒരു ഷോട്ട്, അത് രവികുമാറിൻ്റെ ദേഹത്ത് തട്ടിയിട്ടാണ് അകത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതെന്നുള്ളതാണ്. ഇനി നമുക്ക് നിഹാൽ സുധീഷിനെ പറ്റി പറയുമ്പോഴത്തേക്കും കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ലോൺ അടിസ്ഥാനത്തിനാണ് ഇത്തവണ പഞ്ചാബ് എഫ് സിയിലേക്ക് താരം ചേക്കേറിയിരിക്കുന്നത്. ആദ്യ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിയിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഗോൾ സ്കോർ ചെയ്യാൻ സാധിച്ചില്ല. ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ഗോൾ സ്കോർ ചെയ്യാൻ സാധിക്കുന്നു. ഓർക്കുക, ISL ആദ്യ 2 മത്സരത്തിലും അദ്ദേഹത്തിന് പ്ലെയർ ഓഫ് ദി മാച്ച് എന്ന് പറയുന്ന ഒരു പുരസ്കാരത്തിന് അർഹനാകുന്നു എന്നുള്ളതാണ്. ഇദ്ദേഹത്തെ പറ്റി പറയുമ്പം ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം 2021 ഇന്ത്യൻ നേവിയിൽ ജോയിൻ ചെയ്തിരുന്നു. പിന്നീട് ഒരു വർഷത്തിന് ശേഷം അദ്ദേഹം ആ ഒരു ജോലി വിടാനുണ്ടായിട്ടുള്ളൊരു കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫഷണൽ കരിയർ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ്. സോ ആ ഒരു ഡിസിഷൻ എടുത്തു. അദ്ദേഹം ജോലി രാജിവെച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൽ ജോയിൻ ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്കൊക്കെ വരുന്നു. എന്നാണെങ്കിലും ഈ സീസണിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് തന്നെയാണ് സോഫാർ നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ടാലൻ്റ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയമില്ല. അദ്ദേഹത്തിന് അത് മുന്നോട്ടും തുടരാൻ കഴിയട്ടെ എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഫിലിപ്പ് എന്ന് പറയുന്ന പഞ്ചാബ് എഫ് സിയുടെ പ്ലെയർ, അദ്ദേഹം തന്നെയാണ് ഈ ഒരു ടീമിൻ്റെ ഒരു എഞ്ചിൻ. ആ ഒരു കാര്യത്തിലും യാതൊരു വിധത്തിലുള്ളൊരു സംശയമില്ല. എന്താണെങ്കിലും പഞ്ചാബ് എഫ് സിന് ഏറെ ദൂരം മുന്നേറുമെന്നുള്ളതൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതും തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക. കാണിക്കാൻ സനിയ.